ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ബാംഗ്ലൂരിൽ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണ്ട ഈ വർഷത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. എനിക്ക് ശരിക്കും ബാക്കി ദിവസം വർക്ക് ഫ്രം ഹോം എടുത്താൽ മതി. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, ഈ വർഷത്തെ ഓഫീസിൽ പോകുന്ന ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുത്തേക്കാണ്. പിന്നെ ഇന്ന് ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമായിരിക്കും, കാരണം ഒരു ക്രിസ്മസ് സീസൺ അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഏകദേശം റെഡിയായി. ഇതാണ് എൻ്റെ ടോപ്പ്. പിന്നെ മുടിയൊക്കെ കിട്ടി, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി, ലിപ്സ്റ്റിക് ഇടണം. അത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇടാം. അപ്പൊ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒരു ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടാലൊരു ഉപ്മാവിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും ലെമൺ റൈസ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ലെമൺ റൈസും പിന്നെ എൻ്റെ ഒരു ചമ്മന്തിപ്പൊടി പോലത്തെ ഒരു പൊടിയും പിന്നെ നമ്മളെ ചായ. അപ്പൊ ലെമൺ റൈസ് എന്ന് വിചാരിക്കുമ്പോൾ രാവിലെ തന്നെ ഇവളെന്താ ചോറ് തിന്നുന്നത്. അപ്പൊ ഇവിടെ ആർക്ക് ലെമൺ റൈസ് ഒക്കെ ആക്കുക. എൻ്റെ റൂംമേറ്റ് ഓളെ സ്പെഷ്യൽ ഐറ്റാണ്, ഓളാ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. അപ്പോൾ ഓളെ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റാണ് ഇത്. യെസ്, അവളൊരു കന്നഡ കുട്ടിയാണ്. ഇതുപോലത്തെ ചോറ് ഐറ്റംസ് അല്ലാതെ രാവിലെ തിന്നുന്നത്. പക്ഷെ രസമാണ്, എനിക്കിഷ്ടമാണ് ഫുഡ്, ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അത്രയായിട്ട് ഏകദേശം 1 കൊല്ലമായിട്ട്. ഇപ്പം അതിന് മുന്നേ അല്ല, ഏകദേശം ഞാനിവിടെ വന്ന സമയത്തെല്ലാം ഞാൻ ഫുള്ള് പി ജിയിലാണ് നിന്നത്. അപ്പോൾ പി ജി ഒന്നും മലയാളി പി ജിയിൽ ഞാൻ നിന്നിട്ടേ ഇല്ല. എല്ലാം തെലുഗു, കന്നഡ, അങ്ങനെ പല പല നാട്ടിലുള്ള പി ജിയിൽ. അപ്പോൾ ആ ഒരു ഫുഡ്, ഏത് ഫുഡും തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. കുറേ പേര് ഞാൻ പറയുന്ന കേട്ടിന് ഫുഡ് ശരിയില്ല, ബാംഗ്ലൂർ ഫുൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒഴിച്ചു, അതായത് നമ്മൾ ഈ ബണ്ടക്ക മെഴുക്കുവരട്ടി അല്ല, എന്തൊരു പിശി പിശി പോലെ ആക്കിയത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റീനി. ആക്ച്വലി ഇവരെ ഞാൻ ലാസ്റ്റ് നിന്ന പി ജി ഒരു തെലുഗു പി ജി. അപ്പോൾ അവരെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഉപ്മാവ് വെച്ചാൽ ഇങ്ങനെ പേസ്റ്റ് പോലത്തെ ഉപ്മാവാ. ചമ്മന്തി, എല്ലാവരും ചമ്മന്തി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഏത് ഫുഡും തിന്നാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയിലാണ് എൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം ഉള്ളത്. അപ്പം ഞാൻ ഫുഡെല്ലാം കഴിച്ചു, വയറ് നിറച്ച്. ഇപ്പോൾ ബാഗൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, നേരത്തെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിട്ടില്ല, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഓൾ സെറ്റ്. അപ്പോൾ നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനും ഉണ്ട്, ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോൾ ആകെ എൻ്റെ ഒരു ഇതിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ഈ ഒരു നടത്താണ്. പിന്നെ ഓഫീസിൽ ഇടക്കിടക്ക് നടക്കും, അത് ഉച്ചക്കൊരു റൗണ്ട് നടത്തുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഭയങ്കര കുറവാണ് എക്സസൈസ് എല്ലാം. ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യണം. ഞാൻ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിന്, പിന്നെ ഇടക്ക് വെച്ചത് ബ്രേക്കായി. ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരല്ലേ, പുതിയ റെസൊല്യൂഷൻ മാതിരി അതൊക്കെ കൂടി ഒക്കെ ജിമ്മിൽ ജോയിൻ ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് പോവാൻ ശ്രമിക്കും. ഞാൻ മുന്നേ പോവാത്തൊന്നുമല്ല. എൻ്റെ ബ്രേക്കായെന്ന് വെച്ചാൽ ഞാൻ ഇടക്ക് നാട്ടിൽ പോകും. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ അത് ബ്രേക്കാവും. നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനൊന്നും എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഇത് ബ്രേക്ക് ആവുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നോക്കട്ടെ, നാട്ടിൽ പോകുന്നതെല്ലാം കുറച്ചിട്ട് നേരെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാനധികം ഓഫീസിൽ പോവല് ബസ്സിലാണ്. എനിക്ക് 2 ബസ് കയറി പോകണം. പക്ഷെ എന്നാലും ഞാൻ ബസ് തന്നെ എടുക്കല്, ദൂരം അത്രയൊന്നും ഇല്ല. പിന്നെ അപ്പം നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും പാണ്ടക്കെട്ടലുണ്ടെങ്കിൽ ഞാൻ ക്യാബ് എടുക്കും. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, കുറേ ആളെ വിചാരം ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിൽ ഗേൾസിന് ഫുൾ ഫ്രീ ആണ്, ബസ്സിൽ പൈസ ഒന്നും കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് എല്ലാ ഗേൾസിനും ഇല്ല, കന്നഡക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ID കാർഡ് ചോദിക്കുമോ, ആധാർ ചോദിക്കുമ്പോൾ അതിൽ കന്നഡ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഓക്കെ പൈസ വേണ്ട, ബാക്കിയുള്ളവർക്ക് എന്തായാലും പൈസ കൊടുക്കണം. അത് നമ്മൾ സോളിഡ് ഇതന്നെ, കോപ്പി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ആക്ച്വൽ കാർഡ് തന്നെ, അവരെ ഒറിജിനൽ കാർഡ് തന്നെ കാണിക്കുകയും വേണം. ഞാൻ ഓഫീസിലെത്തി, ID കാർഡൊക്കെ ഇട്ടു, സെക്യൂരിറ്റി ചെക്കും കുന്തമെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നേരെ ലിഫ്റ്റിലേക്ക് പോവാണ്. ഇവിടെ എത്രയുണ്ട് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഏത് നിമിഷവും സെക്യൂരിറ്റിക്കാർ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുമോ. അപ്പോൾ ഒളിച്ചും പത്തും വേണം വീഡിയോ എടുക്കാൻ. പക്ഷേ സീനൊന്നുമില്ല, ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല, വീഡിയോ എടുത്താലോ പ്രശ്നം. അതെന്താ അതിൻ്റെ ലോജിക്ക് എന്നൊക്കെ മനസ്സിലാവില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ പാർക്കിംഗ് ലോട്ടൊന്ന് നേരെ ലിഫ്റ്റ് കയറി നമ്മളെ ഫ്ലോറിലേക്ക് പോട്ടെ.
ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഇന്ന് ഓഫീസിൽ ക്രിസ്മസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നിവിടെ ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. ക്രിസ്മസ് മാർക്കറ്റ് എന്നാ ഫ്ലീ മാർക്കറ്റ് എന്ന് എന്താണെന്ന് പറയാം. ഒന്നും ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും ഓപ്പൺ ആവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വരാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ ഉച്ച വരെ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഓഫീസിൽ ആൾക്കാർ ഭയങ്കര കുറവായിരിക്കും. കാരണം കുറേ ആൾക്ക് ലീവെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ കുറേ പേര് വെക്കേഷൻ എടുത്തിട്ട് പോയിന്. ഞാൻ പിന്നെ കംബോഡിയ പോയതുകൊണ്ട് എൻ്റെ ലീവെല്ലാം തീർന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ കുറേ പണിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് വന്നത്. ലഞ്ച് ബ്രേക്കിന് മുന്നേ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ നേരെ പുറത്തിറങ്ങി. നോക്കുമ്പോഴേക്ക് നേരത്തെ കാണിച്ച ഷോപ്സ് എല്ലാം തുറന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. പിന്നെ തിരക്കാകുമ്പോൾ ബുദ്ധിമുട്ടാവും ഷൂട്ട് ചെയ്യാനല്ലോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ വരുന്ന ഷോപ്സിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതെങ്കിൽ ജ്വല്ലറീസ് ഉണ്ടാവും. അതായത് ഫാൻസി ഐറ്റംസ് ഉണ്ടാവും, പിന്നെ ഡ്രസ്സിൻ്റെ ഉണ്ട്, സാരി, കുർത്ത അങ്ങനത്തതും ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് തിന്നേണ്ടതോ, പിന്നെ ഉള്ളത് എന്താ ടോയ്സ്, ഇങ്ങനത്തെ മെയിൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഫാൻസിയിൽ തന്നെ പല ഷോപ്പിൽ ചില സ്ഥലത്ത് സെയിം സ്ഥലത്ത് തന്നെ പല ഷോപ്പിൽ പല റേറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മൊത്തം ഒന്ന് നോക്കും. മൊത്തം നോക്കിയിട്ട് എന്തെങ്കിലും അപ്പോൾ നോക്കി വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാവും, അത് തന്നെ അപ്പുറത്തെ ഷോപ്പിൽ കുറച്ച് പൈസ കൂടുതലുണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷോപ്സ് നോക്കി വെച്ചിട്ട് അല്ലെങ്കിൽ സാധനം നോക്കി വെച്ചിട്ട് ആരോടെങ്കിലും ഒരാളോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് മേടിക്കുക. അങ്ങനെ ഒരു ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യല്. അപ്പോൾ ഈ മാലയെല്ലാം കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. പക്ഷെ ഇത് ഞാൻ എവിടെ യൂസ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയിട്ടുമില്ല. ചില സ്ഥലത്ത് ഭയങ്കര അഫോർഡബിളാണ്, ചിലത് ഇങ്ങനെ രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ, ആ ഒരു ഓഫറുള്ള ടൈപ്പും ഉണ്ടാകാറുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ ഞാൻ മുന്നേ ഇടുന്നൊരു സാരിയൊക്കെ വാങ്ങിയേനെ. പിന്നെ ഈറ്റബിൾസ് ഇപ്രാവശ്യം ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങൾ, കുറച്ചെന്നല്ല ഒരു ബേക്കറി ആയിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിന്. അത് ഞങ്ങൾ ഓഫീസിൽ കിട്ടുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ടേസ്റ്റ്, പക്ഷെ നല്ല രസമുള്ള സാധനമായിരുന്നു. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കുറേ പലതരത്തിലുള്ള ജീരകം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ അച്ചാർ പോലത്തെ ടൈപ്പ് ഫസ്റ്റ് ടൈം. ഇത് വലിയ ഗുണ്ട് മുളകാന്നത്. ഞാൻ ആദ്യം വെച്ച സ്ട്രോബെറിയാണ്, പക്ഷെ അത് മുളകാ. പക്ഷെ ടേസ്റ്റ് നോക്കാൻ എനിക്കൊരു ഗട്സ് തോന്നിയിട്ട. പിന്നെ ഇപ്രാവശ്യം ക്രിസ്മസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു കുറേ സെൻറ്റഡ് ക്യാൻഡിൽസ് എല്ലാം ഉണ്ടായിന്. അതിൽ ഈ ഒരു റോസ് ഞാൻ വാങ്ങിച്ച്, അത് ഞാൻ ആദ്യം കുറേ വീഡിയോ എടുത്തപ്പോൾ അവർക്കൊരു കുറ്റബോധം തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഈ സാരി, ഇതാണ് ഞാൻ പറഞ്ഞ വേറെ വെറൈറ്റി സാരി ഷോപ്പ് ഇപ്രാവശ്യം ഉള്ളത്. അത് എന്താ വെച്ചാൽ പെയിൻറ്റിങ്, ഹാൻഡ് പെയിൻറ് ചെയ്ത സാരിയാണ്. അപ്പോൾ ആ പച്ച കളർ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഫ്ലീ മാർക്കറ്റിൽ ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് ചില സമയത്ത് കാണലുണ്ട്. ഈ ബോയ്സ് ഇല്ലേ, അവരെ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വൈഫിനോ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അവർക്ക് എന്താ വാങ്ങേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവരവരെ കൊലീഗ്സിനോട് പറയും. എൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മക്കായിരിക്കും, എൻ്റെ അമ്മ ഇങ്ങനത്തെ സിമ്പിൾ സാരി കൊടുക്കുക, അപ്പോൾ അതിന് മാച്ചാകുന്ന കമ്മലൊന്ന് തപ്പിത്തരുമോ, അല്ലെങ്കിൽ മാല, അതിനൊരു വീഡിയോ കോളെല്ലാം ആക്കിയിട്ട് സാരിയെല്ലാം ഇങ്ങനെ കാണിക്കും, എനിക്ക് വേർഡോ ഇതെല്ലാം ചോദിച്ചിട്ട്. അവർക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നലുണ്ട്. എനിക്ക് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നത് തന്നെ ചില സമയത്തൊക്കെ വലിയ കാര്യമായിട്ട് തോന്നലുണ്ട്. അപ്പം അങ്ങനത്തെ ചില ക്യൂട്ട് സീൻസും ഈ ഫ്ലീ മാർക്കറ്റിൽ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഈ ടോയ് ഷോപ്പിൽ നിന്ന് കുഞ്ഞിക്ക് കളിക്കുന്ന ഒരു സാധനം മേടിച്ചു. ഇപ്രാവശ്യം എനിക്ക് അതിന് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട്, അതുകൊണ്ട് എനിക്കൊരു കീ ചെയിനും കൂടി മേടിച്ചിട്ട് ഞാനിവിടെ ഇറങ്ങി. ഇനി വിചാരിച്ചു ലഞ്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഒന്നുകൂടി വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓഫീസിന് താഴെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇപ്രാവശ്യം ലഞ്ച് കഴിച്ചത്. ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടാണ് വീട്ടിൽ നിന്ന്. പിന്നെ അപ്പോൾ ഉള്ളതിൽ വെച്ച് അധികം ഞങ്ങൾ വരുന്നത് ഈ നമസ്തേ എക്സ്പ്രസ്സിലാണ്. ഇവിടുത്തെ കേർഡ് റൈസ് അത്യാവശ്യം നല്ലതാട്ടോ. മീൻസ് ഓവറായിട്ട് കുറേ സാധനമൊന്നും ഇട്ടിട്ടില്ല. 2-3 അനാറിൻ്റെ ഇത്, പിന്നെ കുറച്ച് പരിപ്പ്, അങ്ങനെ അധികം ഓവറാക്കാണ്ട് കിട്ടും. ചില സ്ഥലത്ത് ഒന്നാകെ കടുവും അത് ഇത് എന്നിട്ട് നമുക്ക് തിന്നാൻ പറ്റാത്ത അവസ്ഥയാക്കി പോകും. അപ്പോൾ ഞാൻ അധികം കേർഡ് റൈസിൻ്റെ കൂടെ ഇവിടെ നമുക്ക് അച്ചാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ അധികം കഴിക്കല്. പിന്നെ ക്വാണ്ടിറ്റിയും അത്യാവശ്യമുണ്ട്, നമുക്ക് വയറുന്നറിയുന്ന അത്ര തന്നെ ഉണ്ട്, വലിയ റേറ്റും ഇല്ല. അപ്പൊ ഞാൻ എടുക്കുമ്പോ എന്നെങ്കിലേ
ഞാൻ ഫസ്റ്റ് ടൈം അല്ല. കമോൺ എവരിബഡി. വാ വാ നമുക്ക് ചന്തയിൽ കറങ്ങാൻ പോവാ. ഞാനൊരു സാരി നോക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ അത് നോക്കട്ടെ. ഇവിടെ എന്തോ പറ്റിച്ചിട്ടുണ്ട്, അപ്പൊ ആ സാരി ഷോപ്പിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഇതാ ക്യാൻഡിലാ, മണമുള്ള ക്യാൻഡിൽ. ഹലോ എന്തായി, എന്താ കാണിച്ച പാസരോ? ഓ ചെയിന. അത് കോഫി, ഇസ് ദാറ്റ് കോഫി സ്മെൽ? അതെന്താ ബിയറിന്റെ സ്മെല്ലോ? ബിയർ സ്മെൽ. അഭിപ്രായം പറയാൻ ആരെങ്കിലും വാ. എങ്ങനെയുണ്ട് അറിയുന്നില്ലേ? ജോക്കറാവോ നീ തേച്ചാ? രണ്ട് സ്ഥലത്തും തേക്കാനുള്ളതാ. കുഴപ്പമില്ല അല്ലേ? ഇപ്പുറത്താക്കി ഞാനൊരു ചീക്ക് ടിന്റ് കാണിച്ചു. സംഭവം ലിപ്സ്റ്റിക് ആണ്, പക്ഷെ ചീക്ക് ടിന്റ് ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്താ കാണുന്നുണ്ട്. ഇടാൻ അറിയാം, ബ്ലെൻഡറെല്ലാം വെച്ച് സെറ്റാക്കിയ സെറ്റാ. ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി വരുമ്പോഴേക്കും അത് സാരി. You will have tomorrow also. You will come? No. See if you like something in this green. അടയിൽ ഏതെങ്കിലും കളർ ഇഷ്ടായിനോ? ഇതോ പക്ഷെ മെറ്റീരിയൽ ഒരു ഖാദി ടൈപ്പാണ്. പക്ഷെ നല്ലൊരു ഗ്രീൻ ആയിരുന്നു. ആ അതെനിക്കുണ്ട് സെയിം. ഇതല്ല, കുറച്ചും കൂടി ലൈറ്റ് ഗ്രേ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ മാം, താങ്ക്സ്. ആ സാരി പോയി. ഞാനൊന്ന് നോക്കി വെച്ചിട്ട് ഒന്ന് അപ്പുറത്തേക്ക് പോയത് ഇവിടേക്ക് അതാരോ വാങ്ങിട്ട് പോയി. അപ്പൊ ഇതാന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട അപ്പ തന്നെ മേടിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ അടുത്ത ഷോപ്പിൽ പോവാണേ. ഞങ്ങളുടെ ഓഫീസിൽ പല ഡിപ്പാർട്ട്മെൻ്റായിട്ട് കുറേ നല്ല ഡാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കൂട്ടിയിട്ട് ഒരു ക്ലബ്ബ് തുടങ്ങി, അതാണ് റിതം ഡാൻസ് ക്ലബ്ബ്. അപ്പോൾ ഞങ്ങൾ എന്താക്കുന്നത് വെച്ചാൽ എല്ലാ ആഴ്ചയും ഒരു ദിവസം ഇങ്ങനെ സൂംബ സെഷൻ പോലെ എല്ലാവർക്കും ഒന്ന് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാൻസ് കളിച്ചൊരു 1 hour ഡാൻസ് സെഷൻ ഞങ്ങൾ ചെയ്യലുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നല്ല ആൾ കുറവാണ്, എല്ലാവരും വെക്കേഷനിൽ പോയിട്ടാലും ഇതിനേക്കാൾ ആളുണ്ടാവലുണ്ട്. അത്യാവശ്യം നല്ല ആളുള്ളൊരു ഗ്രൂപ്പാണ്, പല ജോണർ ഓഫ് ഡാൻസ് ചെയ്യുന്നവർ. അതിൽ 2 ആൾ ഇങ്ങനെ സൂംബ ഇൻസ്ട്രക്ടറായിട്ട് ചെയ്യലുണ്ട്. അതുകൊണ്ട് അതിൽ ഒരാളാണ് ഈ ഡാൻസ് കളിക്കുന്നത്, പിന്നെ ഒരാളും കൂടി വരാനുണ്ട്, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. Yeah, tell something. Oh, it's very nice. Thank you very much for recording us, Sharanya. Yeah. So, ഇതാണ് ഞങ്ങൾ ആശാൻ. ആശാന്റെ പേരാണ് യോഗേഷ്. Tell about your class, everything. guys, I'm a dance and fitness instructor, and job is my main role. Dance is my side role. Yeah, dance is my side role. I take classes, and these set of dancers are My inspiration. No, not my inspiration. I'm their inspiration.
So I'm coming all the way from home just for this class. Today I was on leave. Oh, So I just come for this class. Thank you very much. clap for the dedication. I can join the meeting online. I came for this. Yeah. Again. Woo. ഇതുപോലത്തെ ഡാൻസ് ക്ലബ്ബും സൂംബ സെഷൻ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ പണിയിടക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു റിലാക്സേഷൻ ഉള്ളത് എപ്പോഴും നല്ലതല്ലേ. പിന്നെ ഇത് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നല്ല കേട്ടോ, ഞങ്ങൾ തന്നെ അവരോട് പോയിട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഓക്കെ ആക്കണം എന്നിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കോൺഫറൻസ് റൂം ബുക്ക് ചെയ്യും, ആഴ്ചയിലേതും ഒരു ദിവസം വന്നിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും അങ്ങനെ വരണം എന്നിട്ട്. അപ്പോൾ ഇതിനേക്കാളും ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് മറ്റേ നമ്മൾ പറഞ്ഞ ആനുവൽ ഫംഗ്ഷൻ്റെ സൈനീറ്റിൻ്റെ ഡാൻസ് സെഷനാണ്, മീൻസ് ഡാൻസ് പ്രാക്ടീസ് സെഷനും. പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ മടുക്കും, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മളെ സ്ഥിരം കലാപരിപാടിയാണ്. നമ്മൾ സൂംബ സെഷൻ കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ഒരു ഇതാണ്. അപ്പോൾ ലാസ്റ്റ് ഇക്കൊല്ലത്തെ നമ്മളെ ലാസ്റ്റ് സൂംബ സെഷനും കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നു. ഇനി പുതിയൊരു വർഷത്തിൽ പുതിയൊരു ഡാൻസ് സെഷനായിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ഓഫീസ് ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ വൈകുന്നേരമായി, ഇപ്പോൾ നല്ല ലേറ്റായി, കുറച്ചും കൂടി പണി തീർക്കാനുണ്ടായിരുന്നു. അത് കുറച്ച് വൈകിപ്പോൾ, അല്ലെങ്കിൽ ഇത്ര ലേറ്റ് ആവലൊന്നും ഇല്ല. അപ്പോൾ അതെ അങ്ങനെ കുറേ സമയത്തിന് ശേഷം അറ്റ് ലാസ്റ്റ് ഡേ സെക്യൂരിറ്റി വന്നു പിടിച്ചു വീഡിയോ എടുക്കരുത് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാം എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് വൈകുന്നേരമുള്ള വ്യൂ. നല്ല രസമുണ്ടല്ലേ, ഫുള്ള് ലൈറ്റെല്ലാം കത്തിച്ചിട്ട്. അങ്ങനെ പുതിയൊരു വർഷം വരികയാണ്. 2024 എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് സ്പീഡിൽ പോയോന്നുള്ളൊരു തോന്നലേ ഉള്ളൂ. പക്ഷേ നല്ലൊരു വർഷമായിരുന്നു. അപ്പോൾ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ. നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.